നാരായണത്തറ ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം തൃശൂർ ജില്ലയിൽ ചൂലിശ്ശേരി വില്ലേജിലെ കോളങ്ങാട്ടുകര എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം പണ്ട് നാരായണത്തറ ദേശം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സംസ്കൃത പണ്ഡിതനും ഋഷികേശിലെ ശിവാനന്ദാശ്രമത്തിലെ സന്യാസിയുമായിരുന്ന ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ സംസ്കൃതത്തിൽ രചിച്ച നാരായണത്തറ സുപ്രഭാതം ഇവിടത്തെ ഭഗവാന് സമർപ്പിച്ചതാണ്. 1998 നടന്ന നവീകരണ കലശത്തിന് മുമ്പായി പ്രശ്നം വച്ചപ്പോൾ ലക്ഷ്മി നരസിംഹമൂർത്തി പ്രതിഷ്ഠ ചെയ്തത് ഒരു യോഗീശ്വരനായിരുന്നു എന്നും ഭഗവാൻ കാനനവാസനുമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു കാനനാന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും. 1808 മുതൽ കൊച്ചി രാജാവിന്റെ കൽപ്പന പ്രകാരം കണ്ടഞ്ചാത ഇല്ലക്കാർക്ക് ലഭിച്ച ക്ഷേത്രമാണിത്. 1863 കണ്ടഞ്ചാത വാസുദേവൻ നമ്പൂതിരിയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിതത്. 1808 മുമ്പ് പാറേങ്ങാട് ഇല്ലക്കാരുടെയായിരുന്നു ഈ ക്ഷേത്രം. നൂറ്റാണ്ടുകളായി കണ്ടഞ്ചാത ഇല്ലക്കാരുടെ ഊരായ്മയിൽ നടന്നു പോകുന്ന ഈ ക്ഷേത്രം പ്രഹ്ലാദ സ്തുതിയാൽ സംപ്രീതനായ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ ഭാവം കൊണ്ട് പ്രശസ്തമാണ്. സന്താനലബ്ധിക്കും ഉയർച്ചയ്ക്കും വിദ്യാർത്ഥികളുടെ അഭിവൃദ്ധിക്കും ആശ്രിതവത്സല രൂപത്തിൽ ദേവനെ ആരാധിക്കുന്നു. വിദ്യാരാജഗോപാല പൂജയും പുഷ്പാഞ്ജലിയും കുട്ടികൾക്കായി നടത്തുന്ന പ്രത്യേക വഴിപാടുകളാണ്. നരസിംഹമൂർത്തി പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ ബ്രഹ്മചാരി സ്വരൂപനായ അയ്യപ്പ പ്രതിഷ്ഠയുണ്ടെന്നും കലശകാലത്തെ പ്രശ്നചിന്തയിൽ കണ്ടിട്ടുണ്ട്. അയ്യപ്പന്റെ പ്രതിഷ്ഠ തെക്ക് കിഴക്കേ മൂലയിൽ ആണെന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. കൂടാതെ ഗണപതിയും നാഗവും മറ്റു പ്രതിഷ്ഠകളാണ്. നാഗപ്രതിഷ്ഠയാണെങ്കിലും കാരണവർമാരുടെ പൂജകൾ കാരണം ശിവരൂപിയായി മാറിയിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഗണപതിക്കും അത്ര തന്നെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൽ ചുമർ ചിത്രം എഴുതാൻ വന്ന കലാകാരന്റെ ചായക്കൂട്ടുകൾ ഉറുമ്പ് തിന്നുന്നു എന്നും ചിത്രരചന തടസ്സപ്പെടുന്നു എന്നും മനസ്സിലാക്കിയതിനു ശേഷം പ്രശ്നപരിഹാരത്തിനായി ഗണപതി ഹോമവും നിവേദ്യവും കഴിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ചിത്രരചന പൂർത്തിയാക്കാൻ സാധിച്ചത് എന്നത് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഈ ക്ഷേത്രത്തിന്റെ കാലഗണന അസാധ്യമെന്നാണ് പ്രശ്നചിന്തയിൽ കണ്ടിട്ടുള്ളത്. പണ്ടുകാലത്ത് പല പ്രമുഖ വ്യക്തികളും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. ദേശവാസികളായ കുറെ അമ്മമാരും സഹോദരിമാരുമാണ് ഈ ക്ഷേത്രത്തിന്റെ പരിപാലനം ഭക്തിപൂർവം നിർവഹിച്ചു വരുന്നത്. ഇന്നും ക്ഷേത്രത്തിന്റെ പഴമ നഷ്ടപ്പെടാതെ അവർ കാത്തുസൂക്ഷിക്കുന്നു. മിഥുനമാസത്തിലെ അത്തമാണ് ഇവിടത്തെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നത്. അന്ന് പ്രത്യേക പൂജകളും ആഘോഷ പരിപാടികളും നടത്തുന്നുണ്ട്. ധനു 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ചുറ്റുവിളക്കും പായസത്തോടു കൂടിയുള്ള നിവേദ്യവും അയ്യപ്പന് സമർപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ദിവസങ്ങൾ ഉത്സവകാലമായി വേലയോടെ പഞ്ചാരിയും തായമ്പകയുമായി ആഘോഷിച്ചിരുന്നു എന്ന് രേഖകളിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ മണ്ഡലകാലം അവസാനിക്കുന്നത്. ഗണേശ ചതുർത്ഥിയും ഇവിടുത്തെ ആഘോഷങ്ങളിൽ പെടുന്നു. ആന എഴുന്നള്ളിപ്പ് ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ക്ഷേത്ര തന്ത്രി കിഴുമുണ്ടയൂർ ഇല്ലക്കാരാണ്. ഒരുപാട് തലമുറകളെ സംരക്ഷിച്ച ഭഗവാൻ വരും തലമുറകളുടെയും യോഗക്ഷേമത്തിനായി ഇവിടെ കുടികൊള്ളുന്നു.